15 വർഷമായി പശ്ചിമബംഗാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മമതാ ബാനർജിയെ താഴെയിറക്കി ബി.ജെ.പി. ബംഗാൾ പിടിച്ചിരിക്കുന്നു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ് പശ്ചിമബംഗാളിലെ വിജയം. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിയും തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിനുമായിരുന്നു ബി.ജെ.പി. കേന്ദ്ര നേതൃത്വത്തിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ ഏറ്റവും അധികം ശബ്ദിച്ചുകൊണ്ടിരുന്നത്. ആ രണ്ടുപേരും തന്നെ ഇന്ന് അധികാരത്തിന് പുറത്തായിരിക്കുന്നു. അതിൽ ബംഗാളിൽ മമതയെ പുറത്താക്കിയത് നേരിട്ട് ബി.ജെ.പിയാണ് പുറത്താക്കിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ബി.ജെ.പി. അതിനുള്ള കാര്യമായ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. 42 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റുകളിലാണ് ബി.ജെ.പി. വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കാര്യമായ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും, അല്ലെങ്കിൽ ഭൂരിപക്ഷം നേടാനും കഴിഞ്ഞില്ലെങ്കിലും നല്ല വിജയമാണ് നേടാനും കഴിഞ്ഞത്. 77 സീറ്റ്, 294 അംഗ നിയമസഭയിൽ 77 സീറ്റ്, ഏതാണ്ട് 38-39% വോട്ട് പിടിക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2019 ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ വിജയമാണ് ബി.ജെ.പി. നേടിയത്. ഇപ്പോഴിതാ പൂർണ്ണമായിട്ടും മമതയെ തുടച്ചു നീക്കിക്കൊണ്ട് ബി.ജെ.പി. ബംഗാളിൽ അതിൻ്റെ തേരോട്ടം നടത്തിയിരിക്കുകയാണ്. ഇനി TMC എന്ന പാർട്ടിയെ, അതൊരു ഗുണ്ട നിലവാരത്തിലുള്ള പാർട്ടിയാണ്, ഏതൊരു അതിക്രമങ്ങളും നടത്തുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയെ തന്നെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്നുള്ളതായിരിക്കും ബി.ജെ.പിയുടെ ലക്ഷ്യം. നമുക്കറിയാം, ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു നേതാവായിരുന്നു മമതാ ബാനർജി. ഒരുപക്ഷെ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി പദം അവർക്ക് വീണ്ടും കിട്ടുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ബംഗാളിൽ വിജയിക്കാൻ കഴിയുകയായിരുന്നെങ്കിൽ, കുറച്ച് മാസങ്ങൾക്ക് ശേഷം തൻ്റെ മരുമകനായ അഭിഷേക് ബാനർജിക്ക് ചുമതല കൈമാറിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു മമതാ ബാനർജി. മമതാ ബാനർജിയുടെ എല്ലാ കണക്കൂട്ടലുകളും ഇവിടെ പിഴച്ചിരിക്കുകയാണ്. മമതാ ബാനർജിക്ക് ഇലക്ഷൻ സമയത്ത് തന്നെ അവരുടെ മുഖഭാവത്തിലൂടെ, അവരുടെ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് മനസ്സിലായിരുന്നു അവർക്ക് പരാജയം അവർ മണത്തിരുന്നു എന്നുള്ളത്. കാരണം ആരൊക്കെയാണോ മമതയെ സഹായിച്ചത് അവരൊക്കെ തന്നെ മമതയെ എതിർത്തിരുന്നു. മമത ഏറ്റവും അധികം ജനങ്ങൾക്ക് ചില വെൽഫെയർ, സ്ത്രീകൾക്ക് അനുകൂലമായ ചില ക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടാണ് മമത സ്വാധീനം നിലനിർത്തിയത്. മമത ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ, അല്ലെങ്കിൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആവുന്നത് തന്നെ CPM-ഉമായിട്ട് ഏറ്റുമുട്ടിയിട്ടാണ്. നന്ദിഗ്രാമിലെയൊക്കെ ആ ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ്. അപ്പം ആദ്യമൊക്കെ മമതാ ബാനർജി ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റത്തിനെതിരെ നിലപാടെടുത്തിരുന്നെങ്കിൽ, കാരണം അന്ന് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാ സംരക്ഷണവും നൽകിയിരുന്നത് പശ്ചിമ ബംഗാളിലെ CPM ഭരണകൂടമായിരുന്നു. 1977 മുതൽ 2011 വരെ പശ്ചിമ ബംഗാൾ ഭരിച്ച CPM ഭരണകൂടത്തിൻ്റെ എല്ലാ കൊള്ളരുതായ്മകൾക്കെതിരായിട്ടുള്ള തെരുവിലിറങ്ങിയുള്ള പോരാട്ടമാണ് മമത നടത്തിയത്. അങ്ങനെയാണ് മമത 2011 അധികാരത്തിലെത്തുന്നത്. പക്ഷേ അധികാരത്തിലെത്തുന്ന മമത തികച്ചും മാറുകയായിരുന്നു. കാരണം എന്തിനൊക്കെയാണോ എതിർത്തിരുന്നത് അതിൻ്റെയൊക്കെ വക്താവായിട്ട് മമത മാറുകയായിരുന്നു. ഗുണ്ട രാജായിരുന്നു എങ്ങും നടന്നിരുന്നത്. നമുക്കറിയാം, 2018 2023 പശ്ചിമ ബംഗാളിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നടത്തിയ അക്രമങ്ങൾ, കൊലപാതകങ്ങൾ. അപ്പം തങ്ങളുടെ പാർട്ടിക്ക് കൂടെ നിൽക്കുന്ന ആളുകൾ ആരൊക്കെ എതിര് നിൽക്കുന്നു അവരെയൊക്കെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതിരിക്കുക, ഭീഷണിപ്പെടുത്തുക, അങ്ങനെ അല്ലെങ്കിൽ ബൂത്ത് പിടിച്ചെടുക്കുക, എല്ലാ തരത്തിലുള്ള അക്രമങ്ങളും നടത്തിയിട്ടാണ് മമതാ ബാനർജി അന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അതേപോലെ തന്നെ അഴിമതിയുടെ കാര്യത്തിലാണെങ്കിൽ അഴിമതിയുടെ ഒരു നീണ്ട നിര തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റുന്നത്. 25,000 സ്കൂൾ അധ്യാപകരെ നിയമിച്ചതൊക്കെ വലിയ അഴിമതിയായിരുന്നു. അതേപോലെ തന്നെ നിരവധി കോടിക്കണക്കിന് രൂപയുടെ സ്കാമുകൾ നമുക്ക് പശ്ചിമ ബംഗാളിലെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അങ്ങനെ ഒരു ഭാഗത്ത് തട്ടിപ്പ് നടത്തുന്നു, മറുഭാഗത്ത് സ്വജനപക്ഷപാതം നടത്തുന്നു, മറുഭാഗത്ത് അക്രമങ്ങൾ നടത്തുന്നു, ജനജീവിതത്തെ, അതേപോലെ തന്നെ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം അങ്ങേയറ്റമില്ലാതായി കഴിഞ്ഞു. LG കർ ആശുപത്രിയിൽ, മെഡിക്കൽ കോളേജിലെ ഒരു വനിതാ ഡോക്ടറെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നു. അതേപോലെ തന്നെ മറ്റൊരു കോളേജിലെ ഒരു വിദ്യാർത്ഥി മാനഭംഗം ചെയ്യപ്പെടുന്നു. ഈ കൊലപാതകങ്ങൾക്കൊക്കെ എല്ലാ സഹായം കൊടുത്തത് മമതയുടെ ആളുകളായിരുന്നു. അതേപോലെ തന്നെയാണ് ഭൂമി പിടിച്ചെടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ മമതയുടെ ആളുകളാണ് അതിനൊക്കെ പിന്തുണ നൽകിയത്. പക്ഷേ മമതയ്ക്കുള്ളൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് 30% വരുന്ന മുസ്ലിം സമൂഹമായിരുന്നു. കാരണം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ട് BJP കേന്ദ്ര സർക്കാർ നടപടിയെടുക്കുന്നു, താൻ നുഴഞ്ഞുകയറ്റക്കാരുടെ കൂടെയാണെന്ന് പരസ്യമായിട്ട് അവർ പറഞ്ഞു. അങ്ങനെ 30% വരുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുത്തുകൊണ്ടാണ് മമത തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ BJPക്കെതിരായിട്ടുള്ള ആയുധം നീക്കിയത്. അതേപോലെ തന്നെ മമതാ ബാനർജി ബംഗാളിലെ അർബൻ ജനവിഭാഗത്തെ കയ്യിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. കാരണം BJP ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. താൻ ബംഗ്ലാദേശി ഉപദേശീയതയുടെ അല്ലെങ്കിൽ ബംഗ്ലാദേശീയതയുടെ വക്താവാണ്.
BJP ബംഗാളി വിരുദ്ധരാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ ഇതിനെയൊക്കെ മറികടക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ SIRനെതിരെ വലിയ ശബ്ദമാണ് മമത ഉണ്ടാക്കിയത്. സത്യത്തിൽ ഈ SIR എന്ന് പറയുന്നത് എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരിച്ചതാണ്. അത് കൃത്യമായി നടപ്പിലാക്കിയത് കൊണ്ട് തന്നെ മമതയ്ക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള ഇടപാടുകൾ അല്ലെങ്കിൽ സാധ്യതകൾ തന്നെ ഇല്ലാതായി എന്നുള്ളതാണ്. അതേപോലെ തന്നെ വിദേശികളെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ളൊരു വോട്ടർ പട്ടിക ക്ലീനിങ് കൂടി നടത്തിയതോടുകൂടി മമതയ്ക്ക് പിന്നെ മറ്റൊരു മാർഗങ്ങളുമില്ലാതായി എന്നുള്ളതാണ്. സുവേന്ദു അധികാരിയെ പോലെ നേരത്തെ മമതയുടെ അനുയായിയായിരുന്ന സുവേന്ദു അധികാരി, അദ്ദേഹം മമതയുടെ തട്ടകമായ ഭവാനിപൂരിൽ മത്സരിക്കുന്നു. മമതയെ അദ്ദേഹം ബംഗാളി ഭദ്രലോക്, അതായത് കൽക്കട്ട പ്രസിഡൻസിയിലെ അല്ലെങ്കിൽ കൽക്കട്ട അർബൻ മേഖലയിൽ നിന്ന് തന്നെ മത്സരിച്ചുകൊണ്ട് മമതയെ അദ്ദേഹം പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ BJP അതിശക്തമായിട്ട് തങ്ങളുടെ സ്വാധീനം തെളിയിച്ചിരിക്കുകയാണ്. ഇനി തങ്ങളെ എതിർത്തിരുന്ന വലിയ കോട്ടകളൊക്കെ തന്നെയാണ് ഇപ്പോൾ BJP പൊളിച്ചിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആഹ്ലാദിക്കാൻ വകയുള്ളത് പശ്ചിമ ബംഗാൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ചിഹ്നമായിരുന്നു. RSS സ്ഥാപകനായ ഡോക്ടർ കേശവ ബൽറാം ഗേവർ, അദ്ദേഹം കൽക്കട്ട മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹം അനുശീലൻ സമിതിയുടെയൊക്കെ പ്രവർത്തകനായിട്ട് മാറുന്നത്. അതേപോലെ തന്നെ വന്ദേ മാതര ഗാനം എഴുതിയ ബങ്കിം ചന്ദ്ര ചാറ്റർജി, അതേപോലെ തന്നെ ബംഗാളി ദേശീയതയുടെ വക്താക്കളായിട്ടുള്ള ആളുകൾ തന്നെ. സ്വാമി വിവേകാനന്ദൻ തന്നെ അമേരിക്കയിൽ പോയിട്ട് ഇസ്ലാമികവൽക്കരണത്തിൻ്റെ ആക്രമണത്തിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്താണ്? നേരത്തെ 1905 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ സമയത്ത് അതിനെതിരെ വലിയ ദേശീയ ശക്തികളുടെ മുന്നേറ്റമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പൂർണ്ണമായിട്ടും ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു പീഡനങ്ങൾ അതൊക്കെ തന്നെ തൊട്ടടുത്ത ബംഗാളിൽ അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ സമർത്ഥമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെ വളരെ നല്ല ക്യാമ്പയിനിലൂടെ സംസ്ഥാന തലത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ശക്തമായ ടീമായിട്ട് BJPക്ക് ജയിച്ച് വരാൻ കഴിഞ്ഞു. ഗ്രാമങ്ങളിലായിരുന്നു BJPക്ക് നേരത്തെ അധികം ശക്തി ഉണ്ടായിരുന്നത്. പക്ഷേ നഗരങ്ങളിൽ കൂടി BJP ശക്തി ആർജിച്ചു. അങ്ങനെ BJPക്ക് ബംഗാളിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ തന്നെ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ്.